ഹലോ, പൊളിറ്റിക്കൽ സയൻസിലെ അതായത് രാഷ്ട്രതന്ത്രത്തിലെ രണ്ടാമത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. ചാപ്റ്ററിന്റെ പേര് റൈറ്റ്സ് ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനയിലെ അവകാശങ്ങൾ. നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഇനി ഒരാഴ്ചയുള്ളൂ അല്ലേ? ഒരു പേടിയും വേണ്ട, നമുക്ക് ഒരുമിച്ച് വളരെ പതുക്കെ ഈ അധ്യായം സിമ്പിളായി പഠിച്ചെടുക്കാം. ഓക്കെ, അപ്പം നമ്മൾ ഈ 6 ഭാഗങ്ങളിലൂടെയാണ് പോകാൻ പോകുന്നത്. ഓരോന്നും അടുത്തതിലേക്കുള്ള ഒരു സ്റ്റെപ്പാണ്. ഇത് കഴിയുമ്പോഴേക്കും ഈ ചാപ്റ്ററിലെ എല്ലാ പ്രധാന പോയിന്റ്സും നിങ്ങളുടെ മനസ്സിൽ ക്ലിയറായി ഉണ്ടാവും, ഉറപ്പ്. ശരി, അപ്പം നമുക്ക് തുടങ്ങാമല്ലേ? ആദ്യത്തെ ഭാഗം, എന്തുകൊണ്ടാണ് ഈ അവകാശങ്ങൾ ഇത്ര പ്രധാനപ്പെട്ടതാകുന്നത്? അവകാശങ്ങൾ എന്ന് പറയുന്നത് വെറുതെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന കുറച്ച് നിയമങ്ങളല്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ അതിന് സാധിക്കും. ടെക്സ്റ്റ് ബുക്കിൽ തന്നെയുള്ള 2 കഥകൾ കേൾക്കുമ്പോൾ നിങ്ങൾക്കത് ശരിക്കും മനസ്സിലാവും. ഈ ഏഷ്യൻ ഗെയിംസ് തൊഴിലാളികളുടെ കാര്യമൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അവരെക്കൊണ്ട് നിർബന്ധിച്ച് വളരെ കുറഞ്ഞ പൈസയ്ക്ക് ജോലി ചെയ്യിപ്പിച്ചു. ഇതിനെയാണ് ടെക്സ്റ്റ് ബുക്കിൽ ബെഗാർ എന്ന് പറയുന്നത്, അതായത് നിർബന്ധിത തൊഴിൽ. ഇത് ശരിക്കും ചൂഷണത്തിനെതിരായ മൗലികാവകാശത്തിന്റെ ലംഘനമായിരുന്നു. എന്തായാലും ഭാഗ്യത്തിൽ കോടതി ഇടപെട്ടു, അവർക്ക് നീതി കിട്ടി. ഇനി മച്ചൽ ലാലുവങ്ങിന്റെ കഥ നോക്കൂ. ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ 23ാമത്തെ വയസ്സിൽ അറസ്റ്റിലായിട്ട് പിന്നെ പുറം ലോകം കാണുന്നത് 77ാമത്തെ വയസ്സിലാണ്. 54 വർഷം. അദ്ദേഹത്തിന് ഭരണഘടന നൽകുന്ന ജീവിക്കാനും വ്യക്തിസ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം കൃത്യമായി നടപ്പിലാക്കാത്തതുകൊണ്ട് സംഭവിച്ചൊരു ദുരന്തമാണിത്. അപ്പോൾ കണ്ടില്ലേ, അവകാശങ്ങൾ കടലാസിൽ മാത്രം പോരാ, അത് നടപ്പിലാക്കിയില്ലെങ്കിൽ ഒരു ജീവിതം തന്നെ ഇല്ലാതായി പോകാം. അപ്പോൾ നമ്മുടെ മനസ്സിൽ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, അല്ലേ? ഇതുപോലുള്ള അനീതികളിൽ നിന്ന് നമ്മളെപ്പോലുള്ള സാധാരണക്കാരെ സംരക്ഷിക്കാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ? ഉണ്ട്. ആ വഴിയാണ് നമ്മുടെ ഭരണഘടന തന്നെ നമുക്ക് തരുന്നത്. ആ ഉത്തരത്തിലേക്കാണ് നമ്മൾ വരുന്നത്. അതാണ് അവകാശ പത്രിക, ഇംഗ്ലീഷിൽ ബിൽ ഓഫ് റൈറ്റ്സ് എന്നു പറയും. നമ്മുടെ പൗരന്മാരുടെ സംരക്ഷണത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു കാര്യമാണിത്. എന്താണ് ഈ ബിൽ ഓഫ് റൈറ്റ്സ്? വളരെ സിമ്പിളാണ്. നമ്മുടെ ഭരണഘടന നമുക്ക് ഉറപ്പ് നൽകുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന അവകാശങ്ങളുടെ ഒരു ലിസ്റ്റ്. പാഠപുസ്തകത്തിൽ ഒരു നല്ല ഉദാഹരണം പറയുന്നുണ്ട്. നമ്മൾ കടയിൽ നിന്നൊരു പുതിയ TV വാങ്ങുമ്പോൾ ഒരു വാറണ്ടി കാർഡ് കിട്ടില്ലേ? TVക്ക് എന്തെങ്കിലും കേടുപാട് പറ്റിയാൽ ആ കാർഡ് വെച്ച് നമുക്ക് ശരിയാക്കാം. അതുപോലെയാണ് ഈ ബിൽ ഓഫ് റൈറ്റ്സ്. നമ്മുടെ അവകാശങ്ങൾക്കുള്ള ഒരു ഗ്യാരണ്ടിയാണത്. ഇനി ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്, ശ്രദ്ധിച്ചു കേൾക്കണം. എല്ലാ അവകാശങ്ങളും ഒരുപോലെയല്ല. സാധാരണ നിയമപരമായ അവകാശങ്ങളും മൗലിക അവകാശങ്ങളും തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട്. സാധാരണ അവകാശങ്ങൾ ഒരു സാധാരണ നിയമം വഴിയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് സർക്കാരിന് മറ്റൊരു നിയമം കൊണ്ടുവന്ന് അത് എളുപ്പത്തിൽ മാറ്റാൻ പറ്റും. പക്ഷേ മൗലിക അവകാശങ്ങൾ അങ്ങനെയല്ല. അത് ഭരണഘടന തന്നെ നേരിട്ട് ഉറപ്പ് നൽകുന്നതാണ്. അത് മാറ്റണമെങ്കിൽ ഭരണഘടന തന്നെ ഭേദഗതി ചെയ്യണം. അതൊരു വലിയ പ്രോസസ്സാണ്. അതുകൊണ്ടാണ് മൗലികാവകാശങ്ങൾ ഇത്ര പവർഫുള്ളാകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ അധ്യായത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് കടക്കുകയാണ്. പരീക്ഷയ്ക്ക് ഉറപ്പായും ചോദിക്കുന്ന 6 മൗലികാവകാശങ്ങൾ. നമ്മുടെയൊക്കെ സ്വാതന്ത്ര്യത്തിന്റെ 6 തൂണുകളാണിത്. ഈ 6 അവകാശങ്ങളും നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഞാൻ പതുക്കെ വായിക്കാം. ഈ പേരുകൾ നിങ്ങളുടെ മനസ്സിലൊന്ന് ഉറപ്പിക്കണേ. 1 സമത്വത്തിനുള്ള അവകാശം, 2 സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, 3 ചൂഷണത്തിനെതിരായ അവകാശം, 4 മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, 5 സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ, പിന്നെ 6ാമത്തത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. അപ്പോൾ ആദ്യത്തേത് റൈറ്റ് ടു ഇക്വാലിറ്റി അഥവാ സമത്വത്തിനുള്ള അവകാശം. നിയമത്തിനു മുന്നിൽ എല്ലാവരും ഒരുപോലെയാണെന്ന് ഇത് ഉറപ്പുവരുത്തുന്നു. ജാതി, മതം, നിറം, സ്ത്രീ, പുരുഷൻ എന്ന വ്യത്യാസമൊന്നും പാടില്ല. ടെക്സ്റ്റ് ബുക്കിലൊരു കഥയല്ലേ, ദലിതനായതുകൊണ്ട് സുദേശിന്റെ സുഹൃത്തിന് മൺപാത്രത്തിൽ ചായ കൊടുത്തത്? അത് ജാതിയുടെ പേരിലുള്ള വിവേചനമാണ്. അത് ഈ സമത്വത്തിനുള്ള അവകാശത്തിന്റെ ലംഘനമാണ്. ഇനി രണ്ടാമത്തത് റൈറ്റ് ടു ഫ്രീഡം. ഇതിൽ നമുക്ക് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് യാത്ര ചെയ്യാനുള്ള സ്വാതന്ത്ര്യം, അങ്ങനെ പലതും വരും. എന്നാൽ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ആർട്ടിക്കിൾ 21, അതായത് ജീവനും വ്യക്തിസ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം. നിയമപരമല്ലാതെ ആരെയും അറസ്റ്റ് ചെയ്യാനോ തടവിൽ വയ്ക്കാനോ പാടില്ല. അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശവും ഇതിന്റെ ഭാഗമാണ്. മൂന്നാമത്തത് ചൂഷണത്തിനെതിരായ അവകാശം. നമ്മൾ തുടക്കത്തിൽ കണ്ട ഏഷ്യൻ ഗെയിംസ് തൊഴിലാളികളുടെ കഥ ഓർമ്മയില്ലേ? ആ ചൂഷണം തടഞ്ഞത് ഈ അവകാശം ഉപയോഗിച്ചാണ്. അതുപോലെ 14 വയസ്സിൽ താഴെയുള്ള കുട്ടികളെക്കൊണ്ട് അപകടകരമായ ജോലികൾ ചെയ്യിപ്പിക്കുന്നതും ഇത് വിലക്കുന്നു. 4ാമത്തത് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. നമുക്കിഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും ആചരിക്കാനും ഇത് സ്വാതന്ത്ര്യം നൽകുന്നു. 5ാമത്തത് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങളാണ്. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് അവരുടെ ഭാഷയും സംസ്കാരവും സംരക്ഷിക്കാൻ ഇത് സഹായിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നാം, ഈ അവകാശങ്ങളൊക്കെ കൊള്ളാം, പക്ഷെ ആരെങ്കിലും ഇത് നമുക്ക് തന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ അവകാശം ലംഘിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? അവകാശങ്ങൾ പുസ്തകത്തിലുണ്ടായാൽ മാത്രം പോരല്ലോ, അത് സംരക്ഷിക്കപ്പെടണ്ടേ? അതാണ് നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്നത്. 6ാമത്തെ അവകാശമാണ് ഇതിന്റെ ഉത്തരം, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്.
പരീക്ഷയ്ക്ക് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഡോക്ടർ അംബേദ്കർ ഈ അവകാശത്തെ വിളിച്ചത് ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്നാണ്. എന്തുകൊണ്ടാണെന്നോ? കാരണം ഈ ഒരു ഒറ്റ അവകാശമില്ലെങ്കിൽ നമ്മൾ ഇതുവരെ പറഞ്ഞ ബാക്കി 5 അവകാശങ്ങൾക്കും ഒരു പ്രയോജനവുമില്ലാതെ പോകും. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. ഈ 3 സ്റ്റെപ്പുകൾ ശ്രദ്ധിക്കൂ. ഒന്നാമത്, നിങ്ങളുടെ ഏതെങ്കിലും ഒരു മൗലികാവകാശം ലംഘിക്കപ്പെടുന്നു. രണ്ടാമത്, നിങ്ങൾക്ക് മറ്റ് താഴെക്കിടയിലുള്ള കോടതികളിൽ പോകാതെ നേരിട്ട് ഹൈക്കോടതിയിലോ അല്ലെങ്കിൽ സുപ്രീം കോടതിയിലോ തന്നെ പോകാം. മൂന്നാമത്, കോടതി നിങ്ങളുടെ അവകാശം പുനഃസ്ഥാപിക്കാൻ വേണ്ടി റിട്ടുകൾ എന്ന് പറയുന്ന പ്രത്യേക ഉത്തരവുകൾ പുറപ്പെടുവിക്കും. ഈ റിട്ടുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഹേബിയസ് കോർപ്പസ്. ആ വാക്കിൻ്റെ അർത്ഥം ശരീരം ഹാജരാക്കുക എന്നാണ്. അതായത് പോലീസ് ഒരാളെ നിയമവിരുദ്ധമായി അറസ്റ്റ് ചെയ്ത് എവിടെയെങ്കിലും കൊണ്ടുപോയി എന്ന് കരുതുക. അപ്പോൾ കോടതിക്ക് ഈ റിട്ട് ഉപയോഗിച്ച് ആ വ്യക്തിയെ എൻ്റെ മുന്നിൽ കൊണ്ടുവാ എന്ന് ഉത്തരവിടാൻ കഴിയും. ഇത് നമ്മുടെ വ്യക്തിസ്വാതന്ത്ര്യം സംരക്ഷിക്കുന്ന ഏറ്റവും വലിയൊരു കാവൽക്കാരനാണ്. പരീക്ഷയ്ക്ക് വിദ്യാർത്ഥികൾക്ക് സ്ഥിരമായി തെറ്റുപറ്റുന്ന ഒരു ഭാഗമാണിത്. മൗലികാവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും തമ്മിലുള്ള വ്യത്യാസം. നമുക്ക് ആ കൺഫ്യൂഷൻ ഇപ്പോൾ തന്നെ മാറ്റിയെടുക്കാം. ഈ ടേബിൾ നിന്ന് നോക്കൂ. ഇത് കണ്ടാൽ തന്നെ കാര്യം മനസ്സിലാവും. മൗലികാവകാശങ്ങൾ കോടതി വഴി നടപ്പിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് അതിനെ ജസ്റ്റിഷ്യബിൾ എന്ന് പറയുന്നത്. ആ വാക്ക് ഓർക്കാൻ ഒരു എളുപ്പവഴിയുണ്ട്. ജസ്റ്റിസ് അഥവാ നീതിക്കു വേണ്ടി കോടതിയിൽ പോകാൻ പറ്റുന്നത്. എന്നാൽ നിർദ്ദേശക തത്വങ്ങൾ അഥവാ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് സർക്കാരിന് നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ഉപദേശങ്ങൾ മാത്രമാണ്. അത് നടപ്പിലാക്കിയില്ലെങ്കിൽ നമുക്ക് കോടതിയിൽ പോകാൻ പറ്റില്ല. അതുകൊണ്ട് അവ നോൺ ജസ്റ്റിഷ്യബിൾ ആണ്. ശരി, അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞു. ഇനി പരീക്ഷയ്ക്ക് വേണ്ടി ഇതെല്ലാം പെട്ടെന്നൊന്നുകൂടി ഓർത്തെടുക്കാം. ഈ പോയിന്റ്സ് മാത്രം ഓർത്തുവെച്ചാൽ മതി, നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാം. ഈ ഓരോ പോയിന്റും ഞാൻ വളരെ പതുക്കെ പറയാം, മനസ്സിൽ ഉറപ്പിക്കുക. ഒന്നാമതായി, ആകെ 6 മൗലികാവകാശങ്ങളാണുള്ളത്. രണ്ടാമത്, ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്നറിയപ്പെടുന്നത് ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശമാണ്. മൂന്നാമത്, നമ്മുടെ അവകാശങ്ങളെ സംരക്ഷിക്കാൻ കോടതികൾ പുറപ്പെടുവിക്കുന്ന പ്രത്യേക ഉത്തരവുകളാണ് റിട്ടുകൾ. അവസാനമായി, മൗലികാവകാശങ്ങൾ ജസ്റ്റിഷ്യബിളാണ്, എന്നാൽ നിർദ്ദേശക തത്വങ്ങൾ നോൺ ജസ്റ്റിഷ്യബിളാണ്. ഈ വ്യത്യാസം ഒരു കാരണവശാലും മറക്കരുത്. നിങ്ങൾക്ക് കുറച്ചുകൂടി കോൺഫിഡൻസ് തരാൻ ഇതാ ഒരു ചെറിയ സ്റ്റഡി പ്ലാൻ. ഈ രീതിയിൽ അടുത്ത ഒരാഴ്ച നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഈ ചാപ്റ്റർ നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും. ഒരു പേടിയും വേണ്ട, നിങ്ങൾക്ക് നന്നായി പരീക്ഷ എഴുതാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഈ ചർച്ച അവസാനിപ്പിക്കുന്നതിന് മുൻപ് നിങ്ങൾക്കായി ഒരു ചോദ്യം. ഇന്നത്തെ നമ്മുടെ സമൂഹത്തിലെ ഏതെങ്കിലും ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഭരണഘടനയിൽ ഒരു പുതിയ മൗലികാവകാശം കൂടി ചേർക്കാൻ നിങ്ങൾക്കൊരു അവസരം കിട്ടിയാൽ അതെന്തായിരിക്കും? ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കുന്നത് നല്ലതാണ്. നിങ്ങളുടെ പരീക്ഷയ്ക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും. നന്നായി എഴുതുക.